ദുരൂഹതകൾ പുതിയ കാലത്തുണ്ട്. വിഷയങ്ങളുടെ മുകൾ പരപ്പിലെ ശബ്ദങ്ങളെ നമ്മൾ കേൾക്കൂ, അതിനകത്തെ വസ്തു അന്വേഷിക്കാൻ നമ്മൾ പോവില്ല. അത് ഈ ഗീബൽ ചന്ദ്രത്തിന്റെ ഒരു രീതിയാണ്. ഈ കള്ളങ്ങൾ അവരങ്ങ് സത്യമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ ചൂളിപ്പോകും ആളുകൾ. അതുകൊണ്ട് ഇത് വിഷയമായി എടുക്കില്ല. മതസംഘടനകൾക്ക് പേടിയാണ് ഈ വിഷയമെടുക്കാൻ. ഇത് ഖുതുബയാക്കാനും പേടിയാണ്, ഇത് സമൂഹത്തെ പഠിപ്പിക്കാനും പേടിയാണ്, ഇതിലിടപെടാനും ആളുകൾ കുറവാണ്. അങ്ങനെയുള്ള ഒരു രീതി നമുക്കിൽ ഉണ്ടായി വന്നത് അത് തന്നെയാണ് ഫാഷിസം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചൂളിപ്പോവണം, നിങ്ങൾ മാപ്പുസാക്ഷികളാകണം, നിങ്ങൾ പേടിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ നല്ല കുട്ടികളെ തെളിയിക്കാൻ നിങ്ങൾ സ്വയം തന്നെ നിങ്ങളുടെ ഇസ്ലാമിക അടയാളങ്ങളെ പറിച്ചു കളയണം. അങ്ങനെ അവർക്ക് ഒപ്പിച്ച് നിങ്ങൾ നിൽക്കണം. അതുകൊണ്ടാണ് ഇത്രയും വിവാദമായൊരു വിഷയം സംഭവിക്കുമ്പോഴും മങ്കി ബാത്ത് കേൾക്കാൻ സുന്ദരമായി ഇരുന്ന് കൊടുക്കുന്ന, ഫോട്ടോ പ്രചരിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മതസംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്ന് പഠിക്കണം. ഇതൊക്കെ പഠിക്കേണ്ടുന്ന പുതിയ കാലമാണ്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ അവർ അഫ്ഗാനിലെത്തുന്ന കാര്യം ദുരൂഹമായിരിക്കുന്നു. ഈ നിമിഷ എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടി ബക്സനെ കണ്ടതിന് മുമ്പ് തന്നെ ഇസ്ലാം ആയതാണെന്നാണ് പറയുന്നത്. അവർ മുസ്ലിമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബക്സനെ കൊണ്ടുള്ള വിവാഹം നടത്തിച്ചതും അവർ വീട്ടിൽ താമസിപ്പിച്ചതും. അപ്പൊ അതൊരു ലവ് ജിഹാദ് അല്ല എന്ന കാര്യം അവിടെ വ്യക്തമാവുകയാണ്. ഇസ്ലാം സ്വീകരിച്ച ഒരു പെണ്ണാണെന്ന് പറയുന്നു, കല്യാണം കഴിച്ചത് ക്രിസ്ത്യൻ കുടുംബത്തിലേക്കാണ്, ആ കുടുംബത്തിനാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലവ് ജിഹാദിന്റെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഇത് ഏറ്റെടുത്ത് മുസ്ലിം സമുദായത്തിന്റെ സംസാരിക്കുന്ന രീതിയൊക്കെ എത്ര അപഹാസ്യമാണെന്ന് വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിമിഷയെ കൂടാതെ രണ്ടുപേർ വേറെയുമുണ്ട്. ഒരാൾ മെറിൻ, മറ്റൊരാൾ സോണിയ സെബാസ്റ്റ്യൻ എന്ന രണ്ടുപേരാണ്. ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ബെക്സന്റെ സഹോദരൻ ബെസ്റ്റിന്റെ കൂടെയാണ് ഈ രണ്ട് പെൺകുട്ടികൾ നാട് വിട്ടത്. അതും വളരെ കൃത്യമായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ബെക്സന്റെയും ബെസ്റ്റിന്റെയും കുടുംബത്തെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നില്ല. അവർക്കെതിരൊരു കേസുമില്ല, അവർ അന്വേഷണ പരിധിയിലില്ല, അവരാരും ശല്യപ്പെടുത്തുന്നില്ല, അവർക്കൊരു പരാതിയുമില്ല. എത്രമേൽ ദുരൂഹമാണ് കാര്യങ്ങളെന്ന് അറിയണം. കേരളത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്. ലഭ്യമായ വിവരമനുസരിച്ച് അവരുടെ പൂർണ്ണമായ അറിവോടെയാണ് ഈ കുട്ടികൾ യാത്ര പോയത് എന്നാണ്. കുടുംബം 60 ലക്ഷം നൽകുകയും ഈ രണ്ട് സഹോദരങ്ങളുടെയും സ്വത്തിലുള്ള അവകാശങ്ങൾ തീർപ്പാക്കിയത് യാത്രയാക്കിയതാണ് ഇവരെ. പാരമ്പര്യ മുസ്ലിം സംഘടനകളിൽ ഏതെങ്കിലും ഒന്നുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മത സംവിധാനത്തിന്റെ ഭാഗമായുള്ള മുസ്ലിം സമുദായത്തിലെ മതം മാറ്റം സഹായിക്കുന്ന വേദികളുമായിട്ടോ ഒന്നും ഇവർ ബന്ധപ്പെട്ട ഒരു തെളിവും പോലീസിന്റെയോ അന്വേഷണത്തിന് മുമ്പിലില്ല. 3 യുവതികൾക്കൊപ്പം പോയ ബക്സനും ബെസ്റ്റിനും അവരെ കുറിച്ചൊരു വർത്തമാനവും ഇല്ല. അവരെ കുറിച്ച് ആർക്കും ആശങ്കയില്ല. ഈ 3 പെൺകുട്ടികളെ കുറിച്ചേ ആശങ്കയുള്ളൂ. എങ്കിൽ ഇവർക്ക് ആശങ്കയുണ്ടാവേണ്ട 2 ചെക്കന്മാര് വേറെ ഉണ്ടല്ലോ കൂട്ടത്തിൽ. ആ 2 കുട്ടികൾ, ഞങ്ങൾ 2 ക്രിസ്ത്യൻ യുവാക്കൾ നഷ്ടപ്പെട്ടു എന്ന് ഇവിടെ കാസ വിലപിച്ചില്ല. ഇവാഞ്ച ക്രിസ്ത്യാനികൾ അതിനുവേണ്ടി വാദിച്ചില്ല, അവരോടെയും പരാതി പറഞ്ഞില്ല. അപ്പോൾ ദുരൂഹത പിന്നെയും കൂടി വരികയാണ്. ഇതാണ് ആ 3ന്റെ കഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കൃത്യമായി പറയേണ്ടി വരികയാണ് പുതിയ കാലത്ത്. അപ്പൊ ഇതിന്റെ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാവണം. നമുക്കതാണ് ആവശ്യപ്പെടാനുള്ളത്. ഭരണകൂടം തയ്യാറാണ്, കൊണ്ടുവരൂ അവരെ. എന്നിട്ട് ഇരുത്തി കൊടുത്തു പത്രങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ചോദ്യം ചെയ്യൂ, വസ്തുത വെളിച്ചത്ത് വരട്ടെ. ആരാണ് ഇവരെ മതം മാറ്റിയത്? ആരാണ് ഇവരെ നാട് കടത്തിയത്? എങ്ങനെ അവർ ശ്രീലങ്ക വിട്ട് അഫ്ഗാനിലായി എന്ന കാര്യങ്ങൾ പറയിക്കാൻ തയ്യാറാവുന്നേയില്ല. എല്ലാവരും ആവശ്യപ്പെടുന്നു, കൊണ്ടുവരൂ അവരെ. ഈ നിമിഷ ഫാത്തിമയുടെ അമ്മ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് അന്വേഷണത്തിന് വേണ്ടി വിവരങ്ങൾ കൊടുക്കുകയും തിരിച്ചുകൊണ്ടുവരാൻ അഭ്യർത്ഥിച്ച് കരയുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട എന്നതാണ്. തിരിച്ചു കൊണ്ടുവരേണ്ട. സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാർ ഒരു അന്യദേശ ജയിലിൽ കിടക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരേണ്ട എന്ന് ഒരു ഭരണകൂടം തീരുമാനിക്കുന്നു എങ്കിൽ വസ്തുതകൾ എത്രമേൽ നിഗൂഢമാണെന്ന കാര്യം വളരെ വിനയപുരസ്സരം സഹോദരന്മാരെ കേരളത്തോട് നമുക്ക് പറയാനുള്ളത്, തിരിച്ചു കൊണ്ടുവരണം അവരെ. ഈ കേരളത്തിന്റെ മക്കളാണവർ. ആരവരെ കൊണ്ടുപോയി, എന്തിനു കൊണ്ടുപോയി, എങ്ങനെ നടത്തി അറിയണം. ഭരണകൂടം അതിനുവേണ്ടി പണം മുടക്കണം, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടണം. എന്നിട്ട് വസ്തുതകളുടെ ചുരുളഴിക്കണം. അത് ഈ സമൂഹത്തോട് ഏറ്റവും വലിയ നീതിയാണെന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം. അഫ്ഗാനിലേക്കും സിറിയയിലേക്കും പോയി എന്ന് പറയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളെ അപമാനവീകരിക്കുന്ന ആളുകളോട് നമുക്ക് കൃത്യമായിട്ട് പറയാനുണ്ട്. അങ്ങനെ പോയി എന്ന് പറയുന്നത് 6 മലയാളികളാണ്. വെറും 6 പേർ. 32 കണക്കുള്ള കാലത്താണ് ഈ വർത്തമാനം എന്ന് ഓർമ്മ വേണം. വെറും 6 പേർ, 4 ക്രിസ്ത്യാനികൾ, 1 ഹിന്ദു, 1 മുസ്ലിം. ബെസ്റ്റിൻ വിൻസെന്റ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി, അവന്റെ കാമുകി നിമിഷ. ബെക്സിൻ വിൻസെന്റ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി, അവന്റെ കാമുകി മെറിൻ. റാഷിദ് അബ്ദുള്ള എന്ന മുസ്ലിം, അവന്റെ കാമുകി സോണിയ സെബാസ്റ്റ്യൻ. ഈ 6 പേരാണ് കേരളം വിട്ടുപോയത്. മുസ്ലിം സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും, സജീവമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളെയും
ഒരു തെറ്റായ പ്രവർത്തനം വരെ ഏർപ്പെടാത്ത ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഒക്കെ തീവ്രവാദ മുതചാർത്തി രായ്ക്കുരാമാനം സംസാരിക്കുന്ന ഇടത് ലിബറലുകൾ അറിയണം, നിങ്ങൾ വസ്തുതകളെ മറച്ചു വെക്കണം. നിങ്ങളും ചെയ്യുന്ന ഇപ്പണി തന്നെയാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് പറയരുത്. വസ്തുതകൾ വസ്തുതകളായിട്ട് പറയണം. ഇത്തിരിയെങ്കിലും നേരും നെറിയുമുണ്ടെങ്കിൽ അത്തരം മത സംവിധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നീതി സ്വീകരിക്കാൻ സാധിക്കണം. വസ്തുതകൾ വസ്തുതകളായിട്ട് പറയണം. അതിനെങ്കിലും നിങ്ങൾ മര്യാദ കാണിക്കണം. ഈ 6 പേരാണ് പോയത്. ചോദിക്കട്ടെ ഒരു ചോദ്യം. ഇസ്ലാമിൽ ജനിച്ചു വളർന്ന, അതിന്റെ രീതി സ്വീകരിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിന്റെ ക്രമത്തെ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി സംഘടനാ സംവിധാനത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്കാർക്കുമില്ലാത്ത ഒരു യുദ്ധമോഹവും ഒരു സ്വർഗമോഹവും ഈ കുട്ടികളെ എങ്ങനെ പിടികൂടി? അപ്പോൾ അതിനു പിന്നിൽ ആരാണ് എന്നത് വസ്തുതയായിട്ട് രംഗത്ത് വരേണ്ടതാ. ഈ 6 പേർക്ക് മാത്രം യുദ്ധമോഹം, അവർക്ക് മാത്രം സ്വർഗമോഹം. അങ്ങനെ അവരങ്ങ് നാട് വിട്ടു പോയത്രേ ജിഹാദിന് വേണ്ടി. ഇതാണല്ലോ ഈ പറയുന്ന വർത്തമാനം. എങ്കിൽ ഈ നാട്ടിൽ എത്ര മതസംഘടനകളുണ്ട്? കൃത്യമായി ഇസ്ലാമിക ആശയ ആദലൂന്നി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ട്. കൃത്യമായ നിലപാടെടുക്കുന്നവരുണ്ട്. സംഘപരിതത്തിന് പൊരുതി ജീവിക്കുന്ന ആളുകളുണ്ട്. ചാനലിന്റെ അംഗീകാരം വരെ പൊരുതി വാങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു കാലത്ത് ഇവർക്കാർക്കുമില്ലാത്തൊരു യുദ്ധമോഹം, ഇവരാരെയും പിടികൂടാത്ത സ്വർഗമോഹം ഈ 6 പേരെ മാത്രം പിടികൂടി എന്ന് പറയുമ്പോൾ അതിന്റെ മേലെ ദുരൂഹതയുടെ ആഴം വളരെ വലുതാണ്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലത്ത് നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. ഒരു സംഭവം, ISIS-ൽ ചേർന്ന 4 ഇന്ത്യക്കാരെ മുൻ വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജിന്റെ ഇടപെടൽ ഭാഗമായിട്ട് അവര് സിറിയയിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക്. ആ 4 ഇന്ത്യൻ ഭീകരരുടെ പേരുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും നിങ്ങൾ. 1 അരുൺ കുമാർ സൈനി, 2 സർവജിത് സിംഗ്, 3 കുൽദീപ് സിംഗ്, 4 ജോധാ സിംഗ്. എല്ലാം സംഘ് പരിവാരത്തിന്റെ ആളുകളാണ്. ഇതാണ് അതിന്റെ ഒരു മർമ്മം. മറ്റൊരു ഉദാഹരണം, ഇന്ത്യൻ വംശജനായ ഒരു ISIS ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ട വാർത്ത വന്നിരുന്നു. ആ ഭീകരന്റെ പേര് നീൽ പ്രകാശ് എന്നാണ്. അവന്റെ അടിസ്ഥാനം സംഘ് പരിവാരവുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമതായി ഭീകരർ അസമിൽ IS-ന്റെ പതാക സ്ഥാപിച്ചൊരു കേസുണ്ടായിരുന്നു. അതിൽ പ്രതികളെ പിടിക്കപ്പെട്ടപ്പോൾ എല്ലാം BJP പ്രവർത്തകരായിരുന്നു. 4-മതായി IS-ൽ ചേരാൻ ആഹ്വാനം ചെയ്ത് കേരളത്തിലൊരു ബാനർ സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടാവണം. ഓർമ്മകൾ ഇല്ലാതെ പോകുന്നതാണ് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ഉപയോഗിക്കാൻ ഇവിടത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നത്. IS-ൽ ചേരാൻ ആഹ്വാനിച്ച കേരളത്തിൽ ബാനർ പതിച്ച് പിടിയിലായ ഭീകരൻ BJP ജില്ലാ കമ്മിറ്റി അംഗവും സഹപ്രവർത്തകരുമായിരുന്നു. 5-മതായി മലപ്പുറം സ്വദേശി IS-ൽ ചേർന്നെന്ന വ്യാജ സന്ദേശമുണ്ടായി. ഇവിടെ സന്ദേശം അയച്ചത് പോലീസുകാരൻ, ഇവിടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാരൻ, നിർദ്ദേശം കൊടുത്തത് മേലുദ്യോഗസ്ഥൻ. അങ്ങനെ കേരള പോലീസിലെ ഒരു വിഭാഗം ആളുകൾ വ്യാജ ഇമെയിൽ ID ഉണ്ടാക്കി സിറിയയിൽ നിന്ന പോലെ ഈ സന്ദേശം വ്യാജമായി പ്രചരിപ്പിച്ചു. ഇതൊക്കെ ഇവിടെ പൊളിഞ്ഞ വസ്തുതകളാ. നമ്മൾ പലപ്പോഴും വസ്തുതകൾ പഠിക്കില്ല, അറിയാൻ ശ്രമിക്കില്ല. എന്നിട്ട് രാഷ്ട്രീയക്കാർ എന്ന ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുന്ന വർത്തമാനങ്ങളെ ഏറ്റുപിടിച്ച് തെരുവിൽ സംസാരിക്കും. പക്ഷെ ഇത് മുസ്ലിമിനെ പറ്റിയില്ല. മുസ്ലിം സത്യത്തിന്റെ കൂടെയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ ഓതിയ വചനങ്ങൾ ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കി ഹക്കിന്റെ വഴിയിൽ നിലകൊള്ളാൻ സാധിക്കണം. അല്ലാഹുമ്മ അരിനൽ ഹക്ക ഹക്ക വർസുഖന ഇത്തിബാ എന്ന് പ്രാർത്ഥിക്കുന്നവരാ മുസ്ലിമീങ്ങൾ. അല്ലാഹുമ്മ അരിനൽ ഹക്ക ഹക്ക, പടച്ചവനെ സത്യം സത്യമായി ഞങ്ങളെ നീ കാണിക്കണമേ. അല്ലാഹുമ്മ അരിനൽ ഹക്ക ഹക്കം വർസുഖന ഇത്തിബാ, സത്യത്തെ പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ റിസ്ക്, അതിനുള്ള ഉദവി നൽകണേ എന്നാണ്. ഇത് പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും തങ്ങൾ പേര് ചേർത്ത സംഘടനയുടെ വർത്തമാനത്തിനപ്പുറത്ത് വളരാൻ കഴിയാത്ത മണ്ടന്മാരാണ്. അത്തരം കുബുദ്ധികളായി പോയി മുസ്ലിം സമുദായം. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം? ഇങ്ങനെ പറയുന്നത് എത്ര പേർക്കറിയാമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ കോലാഹലം നടന്നുകൊണ്ടിരിക്കെ അതിന്റെ വസ്തുതകൾ ഈ സമുദായത്തിൽ എത്ര പേർ പഠിച്ചു? പലതും പഠിച്ചവർ, പലതിലും ബുദ്ധി പ്രയോഗിക്കുന്നവർ, പലതിനു വേണ്ടി വാദിക്കുന്നവർ, നല്ല സ്കിൽഡായ IT ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരുമുള്ള ഈ സമുദായത്തിൽ എത്ര പേര് പഠിച്ചു ഈ വസ്തുത എന്ന് ചോദിക്കേണ്ടി വരികയാണ്. പുതിയ കാലത്ത് മിമ്പറിൽ ചോദിക്കേണ്ടി വന്നത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറില്ലാതെ മുന്നോട്ട് രീതി സ്വീകരിക്കുന്നത് കൊണ്ട് ഈ സമുദായം എത്തിയ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അറിയണം, ഇതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയം. സ്വതന്ത്ര ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ അപരവൽക്കരണ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാഷിസ്റ്റ് പരിവാരം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരു സമുദായത്തെ അപരവൽക്കരിക്കുക, ഒരു സമുദായത്തെ ഒന്നിനും കൊള്ളാത്തവരാക്കി വരുത്തുക, അവരെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കുക, അവർ ഒന്നിനും പറ്റാത്തവരാണെന്ന് വരിക, അവർ രണ്ടാംകിട പൗരന്മാരായി ജീവിക്കേണ്ടവരാണെന്ന് സമൂഹം മൊത്തം അംഗീകരിക്കും വിധമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക.
അതിനുള്ള നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമാണിത്. ജനാധിപത്യവും ബഹുസ്വരതയും അംഗീകരിക്കാത്ത ഒരു മേധാവിത്വ രാഷ്ട്രീയത്തിന്റെ രീതി ഇങ്ങനെയാണ്. അത് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റണം. നിക്കോളാസ് വെർബീഗ് എന്ന് പറയുന്ന സ്വതന്ത്ര എഴുത്തുകാരൻ, സാമൂഹിക പ്രവർത്തകൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ 2017 ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ കുറിച്ച്. അദ്ദേഹം 3 വസ്തുതകൾ പറയുന്നു. അതിലൊന്ന്, ഈ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ സാമൂഹിക മാധ്യമങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. സോഷ്യൽ മീഡിയ, അതാണ് നമ്മളൊക്കെ കേൾക്കുന്നതും കാണുന്നതും. അതിൽ വരുന്ന വർത്തമാനങ്ങൾ മാത്രം വായിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നവരാ പലരും. അതിനപ്പുറത്ത് വസ്തുതകൾ ചെയ്യുകയില്ല. അത് ഈ പുതിയ കാലത്ത് ദുരന്തമാണെന്ന് സാമൂഹ്യ ശാസ്ത്രകാരൻ അക്കമിട്ട് പറയാ. പുതിയ കാലത്തെ ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളാണ്. രണ്ടാമതായി, രാഷ്ട്രീയത്തെ നിർവചിക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങളല്ല. ഇന്ന് ഒരു പാർട്ടിക്കും പ്രത്യയശാസ്ത്രങ്ങളില്ല. പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്ന പാർട്ടിക്കാരൻ പോലും അവസരവാദിയാണ്. അവന്റെ താൽക്കാലിക ഭരണവും ഭരണ തുടർച്ചയും മാത്രമായിരിക്കും വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും എടുത്ത് പരിശോധിക്കുക നിങ്ങൾ. ഇത് വസ്തുതകൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വെറും വർത്തമാനമായി നിങ്ങൾക്ക് തള്ളാം. പക്ഷെ ഇത് അടിസ്ഥാനപരമായി 2017 നിക്കോളസ് വെർബീഗ് എന്ന അറിയപ്പെടുന്ന സോഷ്യലിസ്റ്റ് സാമൂഹിക ശാസ്ത്രകാരൻ എഴുതിയ ലേഖനത്തിലെ വരികളാ. പഠിക്കുന്നവർ പഠിക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കട്ടെ. അദ്ദേഹം പറയുന്നു, ഇന്ന് രാഷ്ട്രീയം നിർവഹിക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങളല്ല, മറിച്ച് അധികാരവും പണവുമാണ്. എല്ലാ രാഷ്ട്രീയക്കാരനും പിടിയിൽ അകപ്പെട്ടു പോയിരിക്കുക. അവന്റെ പാർട്ടി തത്വശാസ്ത്രം ഒരു പ്രശ്നമല്ല, താൽക്കാലികമായ നേട്ടങ്ങൾ മാത്രമാണ് പ്രശ്നം. പിന്നെ അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിയുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും പലപ്പോഴും രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുക. ശരിയാണ്. ഇന്ന് ഭരിക്കുന്നവരാണോ അതിന്റെ തലപ്പത്താരോ അവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളവർ കൂടെ നിൽക്കുകയാണ് ചെയ്യുക. അവർ സത്യം വിളിച്ചവർ ചാനൽ ചർച്ചയിൽ അവർ ഇരുന്ന് കൂവിക്കൊണ്ടിരിക്കും. സത്യത്തെ അവർക്ക് ഭയമായിരിക്കും. അത് കേരളത്തിലും അപ്പുറത്തും അങ്ങനെ തന്നെയാണ് വിഷയം. ഇന്നത്തെ ഒന്നുകൂടി വിശദീകരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കേവലം ഒരു വ്യക്തിയാണെന്ന് അല്ല. ആ വ്യക്തി സമ്പൂർണമായ അധികാരവും സമ്പത്തും തെന്നിൽ കേന്ദ്രീകരിക്കുന്ന പ്രവണതയുള്ള വ്യക്തിയാണെന്നാണ്. എത്ര കൃത്യമാണ് വിശകലനം. പുതിയ കാലത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഈ രാഷ്ട്രീയ കാലത്ത് ധർമ്മത്തിന് വിലയില്ല, നീതിക്ക് വിലയില്ല, സത്യത്തിന് വിലയില്ല. അതിൽ ജീവിക്കുന്ന നമ്മളും സത്യത്തിന് വില കൽപ്പിക്കുന്നില്ല.